തൊട്ടടുത്ത് നോക്കാൻ കണ്ണിൽ നനങ്ങുന്നുണ്ടോ? ഈ പല്ല് കണ്ടോ ഇതിനകത്ത്? ഓ എൻ്റെ പൊന്നട, ഇതൊക്കെ എന്തോ ഇടിച്ച് മുറിയൊക്കെ ചെയ്ത് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് തമിഴ്നാടിൻ്റെ മാത്രം ഒരു വെറൈറ്റി. കണ്ടോ, ഓട്ടോയുടെ ഫ്രണ്ടിലും ആൾ. ഇവിടെ ആണെങ്കിൽ വലിയൊരു ഡാമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല അടിപൊളി മോഡലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു എന്താ പറയുക, ഇങ്ങനെ ആടുന്നുണ്ടോ അത്? ഇങ്ങനെ മറിയരുത്, മറിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു കോള കണ്ടോ, ഒരു ഈച്ച വന്ന സമയത്ത് പതുക്കെ അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കണ്ടോ. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന യാത്രയിലാണ്. മാണുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു മലയും അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ ഒരു മലയുണ്ട്. അതും ഇവിടെ നിന്നാൽ കുറേ കാണാം. ഇതേ അതിൻ്റെ സൈഡിലോട്ട് നോക്കിയാൽ കാണാം. നമ്മുടെ നാട്ടിലും ഒരു സമയത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. വികസനത്തിൻ്റെ പേരും പറഞ്ഞ് എല്ലാം വെട്ടിമുറിച്ചു. ഇപ്പോൾ അതാണ്ട് നമ്മൾ തമിഴ്നാട്ടിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴേ എന്താ പറയുക, ഏകദേശമൊക്കെ ഉൾഗ്രാമങ്ങളിലുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേ ഇത് കണ്ടു. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. അതുപോലെ തന്നെ ഏത് ചൂട് സമയത്തും ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് റെസ്റ്റ് എടുക്കാൻ നല്ല പറ്റുന്ന ഒരു എന്താ പറയുന്ന ഒരു അന്തരീക്ഷം. അടിപൊളി. ഇങ്ങനെ ക്രോക്കോഡിൽ പാർക്കിലെത്തി തമിഴ്നാട്ടിൽ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഡാമുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞത് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ഡാമുണ്ട്. ആ ഡാമിനോടൊപ്പം തന്നെ ഒരു ക്രോക്കോഡിൽ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ എൻട്രി ഫീസ് അവിടെ നിന്ന് ഒരു 5 രൂപ കൊടുത്തിട്ടാണ് കുറേ ഉള്ളിലേക്ക് വരണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ വേറെ പാസ് എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പോൾ വണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ടൈഗർ റിസർവ് എവിടെ? ഇല്ലില്ല, ഇത് അവരുടെ വണ്ടിയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. ഞാൻ ചോദിച്ചു, ഇത് ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് തന്നെ ട്രക്കിംഗ് വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നേരെ പോയി എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കട്ടെ. അച്ചുകൂടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അതുപോലെ തന്നെ ഇവിടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനും പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും അതും കൂടെ നമുക്ക് നോക്കാം. വീഡിയോ ക്യാമറ 300, മൊബൈൽ ക്യാമറയ്ക്ക് 100. ഇവിടെ ചാർജ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ക്യാമറ എടുക്കുന്നതിന് 100 രൂപ കൊടുക്കണം ഫീസ്. അതുപോലെ തന്നെ വീഡിയോ ക്യാമറ എടുക്കുന്നതിന് 300. അങ്ങനെ എല്ലാത്തിനും ഇവിടുത്തെ കൃത്യം 100. അപ്പോൾ ഇങ്ങനെ കുറേ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു വലിയൊരു പാർക്കും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊക്കെ ഇങ്ങനെ നടന്ന് കയറി വരണം. ഇതവിടെ കണ്ടോ, നമ്മുടെ വേഴാമ്പലിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, നമ്മുടെ കേരളത്തിൻ്റെ പക്ഷി വേഴാമ്പൽ. ഇതുവരെ കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നല്ലേ. അത് ഇരിക്കുന്ന, നിങ്ങൾ എന്താ പറയുക, മുതലേ കണ്ടുണ്ടോ? ഇരിക്കുന്ന മുതലേ ക്രോക്കോഡൈലിനെ കണ്ടുണ്ടോ? അതാ ഇരിക്കുന്നു. നമ്മുടെ ടോബി വന്നിരിക്കുന്നവരല്ലേ. അവിടെ പോയിരുന്ന ഫോട്ടോ എടുക്കാം. ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ. ഈ പാർക്കിനുള്ളിൽ ഇവിടെ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ട് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ക്രോക്കോഡിൽ പാർക്ക്. ഇതാ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്രോക്കോഡിൽ കിടപ്പുണ്ട് കണ്ടോ. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 3-4 എണ്ണം അപ്പുറത്ത് അവിടെ കിടപ്പുണ്ട്. അതുപോലെ അങ്ങ് ലാസ്റ്റ് എൻഡിൽ അവിടെ കിടപ്പുണ്ട്. പിന്നെ കുറേ വെള്ളത്തിനകത്തുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരെണ്ണം വെള്ളത്തിനകത്ത് എന്താ പറയുക, തലഭാഗം മാത്രം മുകളിലേക്കാക്കി ഇങ്ങനെ കിടക്കുക കണ്ടോ. എന്തേ ഏതൊരു ഇവിടെ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ കയ്യിലെങ്ങാനും പെട്ടുപോയെങ്കിലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഫുള്ള് വൈഡ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ക്യാമറ. നോക്കൂ, ഇത്രയും വിശാലമായ ഏരിയ കേട്ടോ. ആ നിൽക്കുന്ന ആൾക്കാരുടെ വലിപ്പം വെച്ചിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1, 2, 3, 4, 5 വലിയ 5 ടാങ്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രോക്കോഡിൽ ഒരുപാട് യഥേഷ്ടമുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നമുക്കേ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാൽ കാണാം. അവിടെ കുറച്ച് അടുത്ത് കാണാം. മുതലേ എനിക്ക് തോന്നുന്നു ഇതിപ്പം നമ്മളിങ്ങനെ വളർത്തുന്നത് കൊണ്ട് യഥേഷ്ടം ഇതിന് ആഹാരമൊക്കെ കൊടുത്ത് വളർത്തുന്നതായതുകൊണ്ടേ വളരെ സൈലൻ്റായിട്ട് കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളത്തിലൊക്കെ ഉണ്ട്. ആ വെള്ളത്തിനകത്ത് കിടപ്പുണ്ട് കണ്ടോ. ആ വെള്ളത്തിനകത്തുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ കിടക്കുന്നു. ഈ നിൽക്കുന്ന
ഒരു മുതലെത്തണമെന്ന് നോക്കിയേ. ഓ, കണ്ണ് തുറന്നിരിക്കുക കേട്ടോ. ഇതിനകത്തും ക്രോക്കോഡിലുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഇതിനകത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാടുണ്ടോ നോക്കട്ടെ. അയ്യോ, അതായത് തൊട്ടടുത്ത്, ഇത് കണ്ടോ, തൊട്ടടുത്ത്. എൻ്റെ കണ്ണ് കണ്ടോ, എൻ്റെ ദൈവമേ, തൊട്ടടുത്ത് കണ്ടോ. കണ്ണൊന്നും മാരി ഇടല്ലേ, കണ്ടോ, അനങ്ങാതിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, ഇതേ ഉണ്ടോ. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് വലിയ ദൂരമൊന്നുമില്ല, ഒരു ചെറിയ ഗ്രില്ലിൻ്റെ അകലമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതവിടെ എല്ലാം ഉണ്ട്, ഇതാ കിടക്കുന്നു കണ്ടോ. മൂവാവുന്നുണ്ട് ഉണ്ടോ. ഉണ്ടോ, ഇത് തമ്മിൽ ഇപ്പോൾ ഫൈറ്റ് നടത്തി. നമ്മൾ വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്ക് പോയി അത്. ആ ഒരു റൗണ്ട് ഏരിയ നമ്മൾ കണ്ടു. അതിനുശേഷം ഇത് അഞ്ചോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്തുള്ളിലേക്ക് നോക്കിയേ. അയ്യോ, എത്ര എണ്ണം കിടക്കുന്നത് നോക്കിയേ. ഇത് കണ്ടോ, അതിനകത്ത് കിടക്കുന്നുണ്ടോ. ഓ, ഇതിൻ്റെ ഒരു പരുവം നോക്ക്. ഇത്രയടുത്ത് നമ്മൾ കാണാം ഇല്ലേ, കണ്ടിട്ടില്ലേ നേരത്തെ. ഇത് കണ്ട തൊട്ടടുത്ത് നോക്കാൻ കണ്ടിൽ നനങ്ങുന്നുണ്ടോ. അയ്യോ, പല്ല് കണ്ടോ. ഇതിനകത്തോട്ടങ്ങനെ നമ്മളെ വല്ലതും ഒന്ന് കടിക്കുക വല്ലതും ചെയ്തു പോയെങ്കിൽ തീർന്നു, ഇടപാട് കഴിയും. ഇഷ്ടം പോലെ കൈ നട്ടല്ലേ. അയ്യോ, തൊട്ടടുത്ത് തന്നെ കണ്ണിന് നനങ്ങുന്നുണ്ടോ, കണ്ണിൻ്റെ അവിടെ. അങ്ങനെയുണ്ട് സംഭവം. സാറിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1, 2, 3, 4 എടുത്ത് ഒരുപാടെണ്ണം ഉണ്ടല്ലയോ. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മരം കണ്ടോ, ആ ഒരു മരത്തിനടിയിൽ ഒരുപാടെണ്ണം ഉണ്ട്. അതുപോലെ അതെ, എവിടെ അങ്ങപ്പുറത്തോ ഇതിനകത്തുണ്ടോ നമ്മളെ. അതാ ഇതിനകത്തും ഉണ്ട് കണ്ടോ, അതുകൊണ്ട് ഇതിനകത്തും ഉണ്ട് കണ്ടോ. ഇതാണ്ട് ഇതിനകത്തുണ്ട് കണ്ടോ. എന്തായാലും ഇതിൻ്റെ അങ്ങേ സൈഡ് അവിടെ പോയി കണ്ടു നോക്കട്ടെ. അവിടെ കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്, നോക്കാം. കണ്ടോ 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 ഓണുണ്ട്. കണ്ടോ, പോകും. എങ്ങനെയുണ്ട്? അടിപൊളി. സത്യത്തിൽ മുതലേക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ ദൂരെ കണ്ടിട്ടുള്ളൂ. ഇത് തൊട്ടടുത്ത് താണ്ട് ഈ ഒരു ഗ്രില്ലിനോട് ചേർന്ന് നമുക്കിവിടെ ചേർന്ന് നിൽക്കാം. കണ്ടോ, ഇവിടെ നമുക്കിങ്ങനെ ചേർന്ന് നിൽക്കാം. തൊട്ട് താഴെ ഇതാ ഇവിടെ കണ്ടോ, കുറേയേറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ആ സൈഡിൽ കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ അതിനിടെ പോയി കണ്ടു നോക്കണം. എന്താണ് ഒരു ആൾക്കൂട്ടം, എന്താണ് ഇവിടെ ആൾക്കൂട്ടം. ഇവിടെ എന്താ ആൾക്കൂട്ടം നോക്കട്ടെ. മാറി. അയ്യോ, ഇത് കണ്ടോ കണ്ടോ. നോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു കോള കണ്ടോ. ഒരു ഈച്ച വന്ന സമയത്ത് പതുക്കെ അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കണ്ടോ. ഇവിടെയൊക്കെ എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്തോ ഹാർഡായിട്ടുള്ള സ്കിന്നായിരിക്കും എന്നറിയുന്നത്. അതുണ്ടോ, അതുണ്ട് ഇത്രയും തൊട്ടടുത്ത്. അതുണ്ടോ. ഓ, എൻ്റെ പൊന്നിട, ഇതൊക്കെ എന്തോ ഇടിച്ച് മുറിയൊക്കെ ചെയ്ത് കേട്ടോ. അതുണ്ടോ, ഇതുണ്ടോ. ഇതുണ്ടോ, അതിന് പല്ലുകളൊക്കെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. അടുത്തുണ്ടോ, നമ്മൾ വെള്ളത്തെ കണ്ടിട്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും ക്വാണ്ടിറ്റി ഇവിടെ. ഇത് മുതലാണെങ്കിൽ ഇത് ഗേറ്റ്, ഇത് ഞാൻ അത് മനസ്സിലാവും, മതി കാണാം എല്ലാം. നിങ്ങൾ ഈ ഒരു പാർക്കിൽ ഈ ഒരു ക്രോക്കോഡിനെ കുറിച്ചിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ടൈഗർ റിസർവിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മൊത്തം വനമല്ലേ അങ്ങോട്ട്, ഇത് ആ ഭാഗം മൊത്തം വനമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ആനയെ വാങ്ങി കണ്ടോ. ഞങ്ങൾ വലിയൊരു ആനയെ വാങ്ങി കണ്ടോ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രോക്കോഡിൽ എന്താ പറയുക അതിനൊക്കെ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അതെ, അതെ, ആ പാവം പിടിച്ച ആൾ കുറേ നേരം കൊണ്ട് കിടന്നു. ഓയ് പൊങ്ങട്ടെ 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 ഉണ്ടോ.
ഇത് കൊള്ളാം. ഇങ്ങനെ കുറച്ചൊക്കെ കുറേ ഫോട്ടോസുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെ ആടുന്നുണ്ടോ അത്? ഞാൻ മറിയരുത്, മറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുണ്ട്, അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വല്ലാത്ത ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. ഈ ചൂടുള്ള സമയമായിട്ടും ഇവിടത്തേക്ക് അത്യാവശ്യം പച്ചപ്പുകളൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ദൈവം ഒരു കടുവ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? അയ്യോ, ശരിക്കും പറഞ്ഞാൽ റിയൽ ഒരു കടുവയ്ക്ക് ഇത്രയും വലിപ്പമുണ്ടല്ലേ? ഇത്രയും വലിപ്പം ഉണ്ട്. ഇത്രയും വലിപ്പമുള്ളൊരു കടുവയൊക്കെ ഒരു മനുഷ്യനെ കയറി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇനി നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പക്ഷി വേഴാമ്പൽ, അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. അതിനെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം. കുറച്ചും കൂടെ ലെന്ത് കൂട്ടി എടുത്ത് നോക്കാം. എന്നിട്ട് താഴെ ഒരു ഉടുമ്പുണ്ടല്ലോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ, തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, തമിഴ്നാട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ വരാം, വിസിറ്റ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകും കേട്ടോ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, അമരാവതി ക്രോക്കോഡിൽ ഫാം. അമരാവതി ക്രോക്കോഡിൽ ഫാം. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് എൻജോയ് ചെയ്യാം. വലിയ സംഭവമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ക്രോക്കോഡിനെയൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. കാരണം ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകിട്ട് 5 മണിയായി. ആ സമയമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. ഓക്കെ, ചായ, കോഫി, എന്തെങ്കിലും സ്നാക്സ്, ഐസ്ക്രീം, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അത് വാങ്ങാവുന്നവർക്ക് വാങ്ങാം, കഴിക്കാം. കുട്ടികളൊക്കെ വന്ന് എന്തായാലും എൻജോയ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഓവറായിട്ട് ചൂട് ഇപ്പോൾ കാണുന്നില്ല ഇവിടെ. ഇപ്പോൾ ഓവർ ചൂടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇത്രയും ഒരു പ്രദേശമാണ് നമ്മൾ പോയി കണ്ടതെന്ന് പറയുന്നത്. ഇത്രയും ഒരു പ്രദേശം. തമിഴ്നാട്ടിൽ അമരാവതി ഡാമാണിത്. അമരാവതി ഡാം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ ആണെങ്കിൽ വലിയൊരു ഡാമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല അടിപൊളി മോഡലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അതായത് കുറേ ചേട്ടന്മാർ താഴെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് അതും അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല കാഴ്ചയാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈനിങ് അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് തമിഴ്നാടിൻ്റെ മാത്രം ഒരു വെറൈറ്റി. കണ്ടോ, ഓട്ടോയുടെ ഫ്രണ്ടിലും ആൾ, പുറകിലും ആൾ, അടിപൊളി. ഇനിയിപ്പോൾ മൂന്നാറിലേക്ക് പോകാൻ ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട്. ഈ 65 കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നൊരു 40-45 കിലോമീറ്റർ തന്നെ ഈ വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നേരത്തെ അങ്ങ് കയറാൻ നോക്കാം അല്ലേ? നോക്കട്ടെ. തന്നെയല്ല, ആനത്താര ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണിച്ചു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിട്ടാണ് നമ്മളെ വിട്ട് തന്നെ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ജീപ്പൊക്കെ. എന്നാലും ഒരു ചെറിയ ഭയം ഉണ്ട് ഉള്ളിൽ. അത് നേരത്തെ നമുക്ക് അങ്ങ് ഇറങ്ങാം അപ്പുറം. ഇവിടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ എന്തിനമ്മ പേടിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, സ്പീഡ് കുറച്ച് പോകാനാ. ഡോണ്ട് വറി, കൂൾ. ആ ഫോർച്യൂണറൊക്കെ എത്തി. വേറെ വണ്ടി വരുമ്പോഴേ അവർക്കവിടെ ഇങ്ങനത്തെ ട്രാവൽ ഇതിൽ പോണേ ചമ്മക്കൊരു മെഴ്സിഡസ് ബെൻസിന്റെ വണ്ടി. മെഴ്സിഡസ് ബെൻസിന്റെ